വിജയ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കറണ്ട് അഫയേഴ്സിന്റെ ഒരു ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ പാക് വിൽ യൂസ് IMF മണി ടു ഫണ്ട് ടെറർ. രാജ്നാഥ് സിംഗ് പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. IMF ഫണ്ട് അവർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടെററിന് വേണ്ടി യൂസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ അവര് ഇവിടെ ഇപ്പൊ നമ്മൾ ഇന്ത്യ തകർത്ത താവളങ്ങളുണ്ടല്ലോ, ടെററിസ്റ്റ് ക്യാമ്പ്സ്, അവർ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. അതിന് സാറ്റലൈറ്റ് ഇമേജസ് ആയി കിട്ടുമല്ലോ ഇന്ത്യക്ക്. അപ്പോൾ ഇത് ഈ IMF നമുക്കറിയാലോ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ്. IMF-ഉം വേൾഡ് ബാങ്കും കൂടെ ചേർന്നാണല്ലോ നമ്മൾ ബ്രെട്ടൺ വുഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. IMF-നെയും വേൾഡ് ബാങ്കിനെയും കൂടെ ചേർന്ന് നമ്മൾ എന്ത് പറയും? ബ്രെട്ടൺ വുഡ് സിസ്റ്റേഴ്സ് എന്ന് പറയും. ബ്രെട്ടൺ വുഡ് സിസ്റ്റേഴ്സ് രണ്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC ആണ്. വാഷിംഗ്ടൺ DC-യിലാണ് IMF-ന്റെയും വേൾഡ് ബാങ്കിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സ്. വേൾഡ് ബാങ്ക് ലോങ് ടൈം ഫിനാൻസിങ് രാജ്യങ്ങൾക്ക് ഡെവലപ്മെന്റിന് വേണ്ടി കൊടുക്കുമ്പോൾ IMF ഷോർട്ട് ടൈം ഫിനാൻസ് ആണ് കൊടുക്കുന്നത്. അത് ഇതുപോലുള്ള ബഡ്ജറ്ററി ഡെഫിസിറ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ഡെഫിസിറ്റ് ഫിനാൻസിങ് ആയിട്ടാണ് കൊടുക്കുന്നത്, ഡെഫിസിറ്റ് ഫിനാൻസിങ് ആയിട്ട്. അപ്പൊ ഈ പിന്നീട് IMF-ന്റെ കാരുണ്യത്തിലാണ് കഴിഞ്ഞ 10-25 വർഷമായിട്ട് പാകിസ്ഥാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ IMF ഇപ്പൊ ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ $1 ബില്യൺ, ഏതാണ്ട് 8,500 കോടി രൂപ, ഇന്ത്യൻ രൂപ പാകിസ്ഥാന് കൊടുത്തു. അത് സ്വാഭാവികമായിട്ട് അവർ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ ചിലപ്പോ ഈ സ്ക്രൂട്ടിനിയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവർ ഡയറക്ട്ലി യൂസ് ചെയ്യാതെ ഇൻഡയറക്ട്ലി. അപ്പൊ രാജ്നാഥ് സിംഗ്, ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ, പറഞ്ഞേക്കുന്നത് ഇന്ത്യയുടെ പണം പോലും പാകിസ്ഥാന്റെ പിന്നീട് ടെറർ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇന്ത്യയുടെ പണം, അതെങ്ങനെയാണ് ഇന്ത്യയുടെ പണം ഉപയോഗിക്കുന്നത്? ഇതിന്റെ അകത്ത് പറയുന്നുണ്ടത് IMF-ലെ ഒരു മെമ്പറാണ് ഇന്ത്യ. സോ ഓൾ മെമ്പർ കൺട്രീസ് ഷുഡ് കോൺട്രിബ്യൂട്ട് ടു IMF കോർപ്പസ്. സോ ഇന്ത്യ എവറി ഇയർ കോൺട്രിബ്യൂട്ടിംഗ് ടു IMF. അപ്പൊ ഇന്ത്യ ഫണ്ട് കൊടുക്കുന്നുണ്ട് IMF-ന്. ഈ പൈസ എടുത്തല്ലേ അവന്മാര് പാകിസ്ഥാനാണ് കൊടുക്കുന്നത്. അപ്പൊ ഇന്ത്യക്കെതിരെ ടെറർ ആക്ടിവിറ്റീസിന് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് പൈസ ഇന്ത്യക്ക് കൊടുക്കാനില്ല. സോ IMF-ന് ഇന്ത്യ കൊടുക്കുന്ന പൈസ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ IMF അത് വീണ്ടും ഈ ഒരു ഡിസിഷൻ റിവ്യൂ ചെയ്യണമെന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞേക്കുന്നത്. രാജ്നാഥ് സിംഗ് ഇന്നലെ ഭുജ് എയർഫോഴ്സ് സ്റ്റേഷനിൽ വിസിറ്റ് ചെയ്തപ്പോഴാണ് ഇത് പറഞ്ഞത്. ഓക്കെ, ഗുജറാത്തിലാണ് ഭുജ് എന്ന് പറഞ്ഞ സ്ഥലം. പണ്ട് ഭൂകമ്പമൊക്കെ ഉണ്ടായ സ്ഥലമാണ് ഭുജ്, BHUJ. അപ്പൊ ഭുജ് എയർഫോഴ്സ് സ്റ്റേഷൻ എവിടെയാണ്? ഗുജറാത്തിലാണ്. പിന്നെ അവിടെ വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ സ്റ്റാൻഡിംഗ് ടു ഹോൾഡ് ടോക്സ് വിത്ത് അതർ CMs ഓവർ പ്രസിഡൻഷ്യൽ റെഫറൻസ്. യെസ്റ്റർഡേ I told you about the presidential reference. Article 143 of Indian Constitution empowers the President of India to seek advice from the Supreme Court of India in pressing legal matters of consequence. അപ്പൊ അങ്ങനെ ആ ഒരു പവർ, ആർട്ടിക്കിൾ 143 എന്ന് പറയുന്ന പവർ ഉപയോഗിച്ചാണ് പ്രസിഡന്റ് ഇപ്പൊ കുറെ 14 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് സുപ്രീം കോടതിയോട്. അപ്പൊ സുപ്രീം കോടതിക്ക് ചിലപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് തന്നെ രൂപീകരിക്കേണ്ടി വരും. എന്നിട്ടായിരിക്കും അതിന്റെ ആൻസർ ഒക്കെ പറയേണ്ടത്. അപ്പൊ ഇതിന്റെ കാര്യം എന്താണെന്ന് ഇന്നലെ പറഞ്ഞു. തമിഴ്നാടും അവിടുത്തെ ഗവർണർ RN രവിയും തമ്മിലുള്ള പ്രശ്നത്തിലാണ് സുപ്രീം കോടതി 3 മാസത്തെ ഡെഡ് ലൈൻ. പ്രസിഡന്റ് ആർട്ടിക്കിൾ 200 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവർണർമാര് ഒരു ബില്ല്, ഇപ്പൊ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കുന്ന ബില്ലുകൾ ഗവർണറിന്റെ അടുത്തല്ലേ പോകണ്ട. ആ ഗവർണർ ആ ബില്ലിൽ എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടതെന്ന് ആർട്ടിക്കിൾ 200 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാ പറയുന്നത്. ഇപ്പൊ ഗവർണർ വേണമെങ്കിൽ ആ ബില്ല് പ്രസിഡന്റിന് ഫോർവേഡ് ചെയ്യാം, എന്തെങ്കിലും പ്രസിഡന്റിന്റെ ഇൻവോൾവ്മെന്റ് ആവശ്യമുള്ളതാണ് തോന്നിയാൽ. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് എങ്ങനെ അതിൽ ആ ബില്ലിൽ തീരുമാനം എടുക്കുന്ന ആർട്ടിക്കിൾ 201-ലും പറയുന്നുണ്ട്. പക്ഷേ ഈ ആർട്ടിക്കിൾ 201-ലോ യാതൊരു ടൈം ലൈനും പ്രസിഡന്റുമാർക്കോ ഗവർണർമാർക്കോ കൊടുക്കുന്നില്ല ഈ ഡിസിഷൻ എടുക്കാൻ, ഈ ബില്ലുകൾ. അപ്പൊ അതുകൊണ്ട് ബില്ല് വെച്ച് കാലതാമസപ്പെടുത്തുന്നത് ഈ ഗവർണറിനെയും പ്രസിഡന്റിനെയൊക്കെ ഒരു ഇതായിരുന്നു. അപ്പൊ അത് ബില്ലുകൾ പാസ്സാവാതെ അപ്പോഴാണ് സുപ്രീം കോടതിയിൽ ഈ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പോകുന്നതും അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി വരുന്നത്. അപ്പൊ ഇതില് ഇങ്ങനെ ഒരു ബില്ല് പ്രസിഡന്റ് വരെ 3 മാസത്തിനകം അതിന് ഡിസിഷൻ എടുക്കണമെന്ന് സുപ്രീം കോടതി ഡിസിഷൻ ഡയറക്റ്റ് ചെയ്യാണ്. അപ്പൊ സുപ്രീം കോടതിക്ക് അങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കാനുള്ള അവകാശം ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ആർട്ടിക്കിൾ 361 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അവർ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ ഗവർണേഴ്സോ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു കോർട്ട് ഓഫ് ലോയിലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടത്തില്ല, ഇൻക്ലൂഡിംഗ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പൊ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യയിലെ ഒരു കോർട്ടുകളിലും ഇത് ഗവർണറോ പ്രസിഡന്റോ എടുക്കുന്ന ഡിസിഷൻസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ലെന്ന് ആർട്ടിക്കിൾ 361 പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പം ഈ സുപ്രീം കോടതി ഇപ്പം പറഞ്ഞ ഈ ടൈം ലൈൻ 3 months എന്ന് പറഞ്ഞ ടൈം ലൈൻ യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണെന്നൊരു ക്വസ്റ്റ്യൻ ഒക്കെയാണ് ഉള്ളത്. ആണെന്ന് കുറെ പേര് പറഞ്ഞു, അല്ലെന്ന് കുറെ പേര് പറഞ്ഞു. എല്ലാത്തിനും 2 അഭിപ്രായം കാണുമല്ലോ. പിന്നെ ഇത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സിന്റെ
വിധി പറയുമ്പോൾ സുപ്രീം കോടതിയുടെ 5 ജഡ്ജ് ബെഞ്ച് മിനിമം 5 ജഡ്ജിമാരുള്ള ബെഞ്ച് വിധി പറയണമെന്നാണ്. പക്ഷേ ഇത് 2 ജഡ്ജിമാരുള്ള ബെഞ്ചാണ് ഇപ്പൊ വിധി പറഞ്ഞേക്കുന്നത്. അത് വേറൊരു കാര്യം. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇതൊക്കെ ശരിയാണോ എന്നുള്ള രീതിയിൽ സുപ്രീം കോടതിയോട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ചോദിച്ചേക്കുന്നത്. ഈ ആർട്ടിക്കിൾസ് എല്ലാം പഠിച്ചു വെച്ചാണ് 143, 200, 201, 361 ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇപ്പോ വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ താഴോട്ട് പോകുന്നു. താഴെ ഇല്ല, വേറെ ഒന്നും താഴെ പറയില്ല, കാരണം ഇവിടെ ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. ഇനി അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത പേജിൽ പോകുമ്പോ മറാത്ത കോട്ടയായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. മറാത്ത എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മഹാരാഷ്ട്രയില്. അത് നമ്മളെ ബാധിക്കുന്ന ന്യൂസ് അല്ല, പക്ഷെ സ്റ്റിൽ ഞാൻ പറഞ്ഞോളൂ. ഇന്ത്യയിലെ വേരിയസ് കമ്മ്യൂണിറ്റീസ്, ഈവൻ ഇഫ് ദേ ആർ ജനറൽ കമ്മ്യൂണിറ്റീസ്, ദേ ആർ ആക്ച്വലി ഡിമാൻഡിങ് റിസർവേഷൻ ഫ്രം റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. ഗുജറാത്തിൽ പട്ടേലുമാർ അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു ഒരു കാലത്ത്, കുറച്ചു കാലം മുമ്പ്. അത് നരേന്ദ്രമോദി ഗവൺമെന്റിന് വൻ പ്രശ്നം ഉണ്ടാക്കി. അതാണ് EWS എന്ന് പറയുന്ന സംഭവം ഉണ്ടാവാൻ തന്നെ കാരണം. എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് EWS എന്ന് പറഞ്ഞപ്പോൾ റിസർവേഷൻ ഉണ്ടല്ലോ 10%, അത് ഉണ്ടാവാൻ കാരണം പട്ടേൽ അജിറ്റേഷൻ ആണ്. പട്ടേലുമാർ എന്ന് പറയുന്നത് ഗുജറാത്തിലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, ഇവിടുത്തെ നമ്മളെ കേരളത്തിലെ നായർ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി ഒക്കെ പോലെ അപ്പർ കാസ്റ്റ് ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. അവർ ഭയങ്കര ബിസിനസ്സുകാരാണ്, അവർ ഭയങ്കര സമ്പന്നരാണ്. എന്നിട്ട് ഒരു ബാക്ക്വേർഡ്നെസ് പറഞ്ഞുകൊണ്ട് അവര് റിസർവേഷൻ ആവശ്യപ്പെട്ടു. ഇതുപോലെയാണ് മറാത്തയിലെ ഈ കമ്മ്യൂണിറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് മറാത്ത കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. അവരും ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആണ് മറാത്ത പൊളിറ്റിക്സിൽ, പക്ഷെ അവർക്കും റിസർവേഷൻ വേണം. അപ്പൊ അതുകൊണ്ടാണ് ശശി തരൂർ ഒരു സ്റ്റേറ്റ്മെന്റ്, വളരെ ഫേമസ് ആണ് ഒരു സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ ആണ് ഒരേ ഒരു രാജ്യം ബാക്ക്വേർഡ് ആവാൻ വേണ്ടി മത്സരിക്കുന്നത്, എല്ലാവർക്കും OBC സ്റ്റാറ്റസ് വേണം. ഓക്കെ, അത് പോട്ടെ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. പക്ഷെ എന്തായാലും മറാത്ത കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ്. പിന്നെ ബീഹാർ ഗവൺമെന്റ് ഗയാ സിറ്റിയുടെ പേര് ഗയാജി എന്നാക്കി മാറ്റി. അത് ഗയ ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ബോധ് ഗയ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ഗയാ സിറ്റിയുടെ പുതിയ പേര് ഗയാജി എന്നാക്കി ബീഹാർ ഗവൺമെന്റ്. ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ ആണ്. പഞ്ചാബ് ഗവൺമെന്റ് ഫേസസ് ഫ്ലാഗ് ഫ്രം വിത്തിൻ ഒപ്പോസിഷൻ ഓവർ സ്പ്യൂരിയസ് ലിക്വർ ഡെത്ത്. പഞ്ചാബിൽ അമൃത്സറിൽ ഇപ്പൊ ഇല്ലിസിറ്റ് ലിക്വർ അല്ലെങ്കിൽ വിഷമദ്യം കുടിച്ച ആൾക്കാർ മരിച്ചതിനെ കുറിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്, അവിടെ വേറൊന്നും പറയാനില്ല. പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്ററാണ് ഭഗവത് മൻ, അത് നിങ്ങൾക്ക് അറിയാം. പിന്നെ അവിടെ വേറെ താഴോട്ട് വരുമ്പോ ഇല്ല, വേറെ ഒന്നും അവിടെ പറയാനില്ല. ഓക്കെ, അപ്പം ഇവിടെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. അത് ആസാമുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന സംഭവം അറിയാമല്ലോ. നമ്മൾ മോഡേൺ വേൾഡില് സ്ലേവറി ആയിട്ട് കാണുന്നത്, മോഡേൺ വേൾഡിൽ, അതായത് ആധുനിക ലോകത്തെ സ്ലേവറി ആയിട്ട് കാണുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെയും വേറൊന്ന് ചൈൽഡ് ലേബറിനെയും. ബോണ്ടഡ് ലേബർ എന്ന് പറഞ്ഞ വേറൊരു സംഭവം ഉണ്ട്. എന്നാലും മെയിൻലി ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് ചൈൽഡ് ലേബർ, ഇത് രണ്ടുമാണ് മോഡേൺ ഡേ സ്ലേവറി എന്ന് പറയുന്നത്, മോഡേൺ വേൾഡിലെ സ്ലേവറി എന്ന് പറയുന്നത്. ഇതിനെ തടയാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ അഡിക്വേറ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ പറയുന്നതിനകത്ത് ആർട്ടിക്കിൾ 23 എന്നും 24 എന്നും 2 ആർട്ടിക്കിൾസ് ഉണ്ട്. ആർട്ടിക്കിൾ 23 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബാനിങ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് ആർട്ടിക്കിൾ 24 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബാനിങ് ചൈൽഡ് ലേബർ. 14 വയസ്സ് വരെയുള്ള കുട്ടികളെ ജോലികളിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്നതിനാണ്, ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ജോലികളിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്നതാണ് ചൈൽഡ് ലേബർ എന്ന് പറയുന്നത്. ഇത് 2 ആർട്ടിക്കിൾ 23 24 ബാൻ ചെയ്യും. ഇപ്പൊ ഞാൻ ഇന്ന് കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. പിന്നെ വേറെ ഈ പേജിലൊന്നും പറയാല്ല, ഞാൻ അടുത്ത പേജിൽ പോവാം. സാറ്റർഡേസ് എന്ന് പറഞ്ഞാൽ പൊതുവെ ന്യൂസ് കുറവായിരിക്കും. സാറ്റർഡേയിൽ എഡിറ്റോറിയൽ പേജ് പോലും ഇത്രേ കാണുള്ളൂ. അതിന്റെ നെക്സ്റ്റ് പേജിലൊക്കെ സ്പോട്ട്ലൈറ്റ് എന്ന് പറഞ്ഞ വേറൊരു പേജ്, അത് നമുക്ക് വേണ്ട. അതുപോലെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജ് കാണത്തില്ല. സോ സാറ്റർഡേയിൽ നമുക്ക് എളുപ്പം വായിച്ച് പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പൊ ഇന്ത്യയുടെ പ്രസിഡൻഷ്യൽ റഫറൻസ് നടത്തുന്നതിനെ കുറിച്ച് ഹിന്ദുവിൽ ഞാനൊരു എഡിറ്റോറിയൽ പ്രതീക്ഷിച്ചതാണ്. അപ്പൊ ആ എഡിറ്റോറിയലാണ് ആദ്യത്തെ എഡിറ്റോറിയൽ, ക്ലോസിംഗ് ആർഗ്യുമെന്റ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ഹിന്ദു യഥാർത്ഥത്തിൽ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ്, പ്രസിഡന്റിനെ ക്രിട്ടിസൈസ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ എഴുതിയേക്കുന്നത്. അങ്ങനെ ഒരു പ്രസിഡൻഷ്യൽ റെഫറൻസ് വേണ്ടായിരുന്നു, ഈ ഒരു മാറ്റർ അവിടെ ക്ലോസ് ചെയ്താൽ മതിയായിരുന്നാണ് ഹിന്ദുവിന്റെ അഭിപ്രായം. അങ്ങനെ അഭിപ്രായമുള്ള ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലുണ്ട്. ആ അഭിപ്രായം വച്ചു പുലർത്തുന്ന പത്രമാണ് ഹിന്ദു. അപ്പൊ അതിന്റെ കാരണം അവര് പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയില്ല, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഹൺഡ്രഡ്സ് ഓഫ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, ഫ്രം വേരിയസ് religions, various castes, from
വേരിയസ് ജെൻഡർ മീൻസ് അന്ന് റെക്കഗ്നൈസ് ചെയ്തുള്ള 2 ജെൻഡറേ ഉള്ളായിരുന്നു, മെയിലും ഫീമെയിലും. പിന്നെയാണ് ട്രാൻസ്ജെൻഡർ ഒക്കെ റെക്കഗ്നൈസ് ചെയ്തത്. അന്നും ട്രാൻസ്ജെൻഡർ ഉണ്ട്, പക്ഷേ ലീഗൽ റെക്കഗ്നിഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്തായാലും നമ്മളെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നടന്ന ഡിബേറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുകൊണ്ടോ ഗവർണർമാർക്കും പ്രസിഡന്റിനും അങ്ങനെ ടൈം ലൈൻസ് ഒന്നും ഫിക്സ് ചെയ്തില്ല. എന്തിന്? നിയമങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന്. അതുകൊണ്ട് ഇൻഡെഫിനിറ്റ്ലി ഗവർണേഴ്സിന് അല്ലെങ്കിൽ പ്രസിഡന്റിന് ഒക്കെ ബിൽസ് കയ്യിൽ വെച്ചേക്കാനുള്ള ഒരു അവകാശം കിട്ടുകയും അതുകൊണ്ട് തന്നെ പല ബില്ലുകളും ഇഫക്റ്റീവ്ലി പാസ്സാക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരികയും നിയമനിർമ്മാണം തന്നെ തടസ്സപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. പക്ഷേ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാർ അത്തരത്തിലൊരു പിക്ചർ ഒരിക്കലും ഇമാജിൻ ചെയ്തില്ല എന്നാ പറയുന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു, ആർട്ടിക്കിൾ 361 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രസിഡന്റിനും ഗവർണറും ഒക്കെ ഇത്തരത്തിലുള്ള അവർ ലീഗൽ കപ്പാസിറ്റിയിൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയിൽ എടുക്കുന്ന ഡിസിഷൻസിന് കോർട്ട് ഓഫ് ലോയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും പറ്റൂലെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ എന്തായാലും ഇപ്പോ പുതിയ BJPയുടെ അണ്ടറിൽ BJPയുടെ നോമിനീസ് ആയിരിക്കുമല്ലോ ഇന്ത്യയിലെ വേരിയസ് സ്റ്റേറ്റുകളിലെ ഗവർണേഴ്സ്. അപ്പൊ അവർക്ക് ഒപ്പോസിഷൻ റൂൾഡ് സ്റ്റേറ്റുകളാണെങ്കിൽ, ഇപ്പൊ കേരള ഈസ് ആൻ ഒപ്പോസിഷൻ റൂൾഡ് സ്റ്റേറ്റ്, BJP ഹാസ് നോ പ്രസൻസ് എന്ന് പറയുന്നില്ല. BJP is the 3rd largest force in Kerala politics after CPM and Congress, but still BJP is not holding any substantial presence in the legislative domain of Kerala. അതുപോലെ തന്നെ തമിഴ്നാട്ടിലും. അപ്പൊ ഈ സ്റ്റേറ്റുകളിൽ അവർക്ക് ഒപ്പോസിഷൻ റൂൾഡ് സ്റ്റേറ്റുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഗവർണേഴ്സ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അവര് ബില്ലുകൾ പാസ്സാക്കുന്നില്ല, ഒരു ബില്ല് ഗവർണറുടെ അടുത്ത് വന്നാൽ എത്തരത്തിലുള്ള ബില്ലുകളാണ് പ്രസിഡന്റിന് റെഫർ ചെയ്യേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞത്. പക്ഷെ അത്തരത്തിലുള്ള അല്ലാത്ത ബില്ലുകൾ വരെ പ്രസിഡന്റിന് റെഫർ ചെയ്ത് സമയം കളയുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഈ തമിഴ്നാട് സ്റ്റേറ്റ് വേഴ്സസ് ദ ഗവർണർ ഓഫ് തമിഴ്നാട് എന്നൊരു കേസ് വരുന്നത് RN രവിക്കെതിരെ. അപ്പൊ അതിലാണ് ഈ പറഞ്ഞ ഒരു ലീഗൽ ഫ്രെയിംവർക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലെ വേരിയസ് ആസ്പെക്ട്സ് പരിശോധിച്ചുകൊണ്ട് പർദിവാല എന്ന് പറഞ്ഞൊരു ജഡ്ജിയും, രണ്ടാമത്തെ ജഡ്ജിയുടെ പേര് ഞാൻ പറഞ്ഞത്, അതിന്റെ അകത്ത് കാണും മഹാദേവൻ കണ്ടായിരുന്നു. മഹാദേവൻ തന്നെ. ഈ 2 ജഡ്ജിമാർ ചേർന്ന 2-അംഗ ബെഞ്ച് വിധി പുറപ്പെടുവിക്കുന്നത് ഇത് തെറ്റാണ് ഈ RN രവി ചെയ്തത്. അത് കൊണ്ട് ഈ ബില്ലുകൾ പ്രസിഡന്റിന് റെഫർ ചെയ്തത് തന്നെ അതിലും മിസ്റ്റേക്ക് ഉണ്ട്. പ്രസിഡന്റ് അതിന്റെ അപ്പം ഒരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ 1 മാസത്തിനകം ഡിസിഷൻ എടുത്ത് എനിക്ക് തോന്നുന്നു ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് തിരിച്ചയക്കണം. ഇനി 1 മാസം അങ്ങനെയൊക്കെയാണ്. അത് പിന്നെ ഒരു 3 months ഇതും പറയുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ. അത് നിങ്ങൾ പഴയ ന്യൂസ് നോക്കിയാൽ മനസ്സിലാവും, ഗൂഗിളിലൊക്കെ ഉണ്ട്. പിന്നെ അത് പ്രസിഡന്റ് റെഫർ ചെയ്യേണ്ട കേസാണെങ്കിൽ പ്രസിഡന്റിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് 3 മാസത്തിനകം തീരുമാനം എടുക്കണം. അങ്ങനെ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അതല്ല, അപ്പൊ അതൊക്കെയാണ്. അങ്ങനെ ഒരു ടൈം ലൈൻ ഫിക്സ് ചെയ്തു. പക്ഷെ അങ്ങനെ ടൈം ലൈൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തെങ്കിലും പറയുന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് പറയുന്നുണ്ട്. ഈ ആസ് ഏർലി ആസ് പോസിബിൾ എന്നുള്ളതാണ് ഈ സുപ്രീം കോടതി ഇപ്പം 1-2 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്, അതായത് ഇപ്പൊ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഉണ്ട്. ആ സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട്, അതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഹോം മിനിസ്ട്രിയുടെ ചില 2016 ചില ഡയറക്ഷൻസ്, ഇതൊക്കെ റെഫർ ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി ഈ പറഞ്ഞ ടൈം ലൈൻസ് ഫിക്സ് ചെയ്തത്. പക്ഷെ അങ്ങനെ ടൈം ലൈൻ ഫിക്സ് ചെയ്യാൻ പറ്റുമെന്നും പറ്റൂലെന്നും വിരുദ്ധാഭിപ്രായമുണ്ട്. എന്തായാലും നമ്മളുടെ ഈ ഗവർണേഴ്സിന്റെ അവർ അൺഇലക്റ്റഡും ആണ്, അവർ ജസ്റ്റ് നോമിനേറ്റഡ് ആണ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അവർ പ്രസിഡന്റ് ആണ് അവർ അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷേ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന സർക്കാരുകളാണ് സംസ്ഥാനങ്ങളിലുള്ളത്. ഈ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന സർക്കാരുകളുടെ പ്രവർത്തനങ്ങളിൽ ഗവർണർ ഇടപെട്ട് അവിടെ ഒരു ഭരണസ്തംഭനം സൃഷ്ടിക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരമാകുമായിരുന്നു ഇവിടെ വച്ചത് അവസാനിപ്പിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ. പക്ഷേ പ്രസിഡന്റ് ഈ പറഞ്ഞ പ്രസിഡൻഷ്യൽ റെഫറൻസ് വഴി സുപ്രീം കോടതിയോട്, അതും വളരെ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ 10-14 ക്വസ്റ്റ്യൻസിന് ക്ലാരിഫിക്കേഷൻ ചോദിച്ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, പ്രസിഡന്റ് ചെയ്യുന്ന എന്താണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആഗ്രഹിക്കുന്നതാണ്, നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നതാണ്, അല്ലെ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ പറഞ്ഞ ഗവർണേഴ്സിന്റെ അവകാശങ്ങളെ ഹനിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഗവർണേഴ്സിന്റെ കയ്യിൽ സ്റ്റേറ്റിന്റെ കുറെ ഇതുപോലുള്ള അധികാരങ്ങൾ കയ്യിൽ തന്നെ ഇരിക്കണം. അതിൻ്റെ അകത്തൊരു ജുഡീഷ്യൽ ഇന്റർവെൻഷൻ വഴി കുറച്ചുകൂടെ ഒരു സ്മൂത്ത്നെസ് കൊണ്ടുവരാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇതിന് വ്യക്തമാകുന്നത്. പറഞ്ഞുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളിത് വായിച്ചാൽ മനസ്സിലാവും. ഞാൻ എന്റെ ഒരു ഇത് പറഞ്ഞു. രണ്ടാമത്തെ, ഡ്രിങ്കിങ് ടു ഡെത്ത്. ഇത് എന്തിനെ കുറിച്ചാണെന്നും നിങ്ങൾക്ക് ആ ഹെഡിങ് കാണാൻ മനസ്സിലാവും. ഡ്രിങ്കിങ് ടു ഡെത്ത് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ഇല്ലിസിറ്റ് ലിക്വർ, ഹൂച്ച് എന്നും പറയും, HOOCH. ഇത് കുടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ആൾക്കാർ പല സ്ഥലങ്ങളിലും മരിക്കുന്നു.
ഇതൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാജഡിയാണ് ഇന്ത്യയിൽ. പല പല സ്റ്റേറ്റുകൾ, ബീഹാറിൽ ഈ ഇടയ്ക്ക് നടന്നു, തമിഴ്നാട്ടിൽ റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ 2-3 വർഷത്തിനകത്ത് നടന്നു, ആന്ധ്രാപ്രദേശിൽ നടന്നിട്ടുണ്ട്, ഇപ്പൊ എന്താ അമൃത്സറിൽ, പഞ്ചാബിൽ. അപ്പൊ ഇതിന്റെ വിക്ടിംസ് എപ്പോഴും സമൂഹത്തിന്റെ ഏറ്റവും താഴെ ശ്രേണിയിലുള്ള ആൾക്കാരായിരിക്കും, ലോവർ സ്ട്രാറ്റ ഓഫ് ദ സൊസൈറ്റിയിലുള്ള ആൾക്കാരായിരിക്കും ഇത്തരത്തിലുള്ള ഇല്ലിസിറ്റ് ഹ്യൂജ് ട്രാജഡി കാരണം. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇതിൽ തന്നെ അവർ പറയുന്നുണ്ട്, മിക്കവാറും ഇവരെല്ലാം വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള, ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഹാർഡ് വർക്കുകളിൽ എൻഗേജ് ചെയ്യുന്നവരായിരിക്കും ഈ പറഞ്ഞ ലോവർ സ്ട്രാറ്റ ഓഫ് ദ സൊസൈറ്റിയിലുള്ള ആൾക്കാർ. ഇവര് ഈ ജോലികളൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം തളർന്ന് വരുമ്പം അവരുടെ ആ ഒരു ഫിസിക്കലായിട്ടുള്ള സ്ട്രെയിനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കുടിക്കുന്നത്. അപ്പൊ ഈ പലപ്പോഴും ഇവർ കൺട്രി മെയ്ഡ് ആയിട്ടുള്ള ലോക്കൽ ഇതുപോലുള്ള സാധനങ്ങളായിരിക്കും കുടിക്കുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ഈഥൈൽ ആൽക്കഹോൾ യൂസ് ചെയ്യേണ്ട സ്ഥാനത്ത്, ഈഥൈൽ ആൽക്കഹോൾ ഈസ് കൺസ്യൂമബിൾ, അത് യൂസ് ചെയ്യേണ്ട സ്ഥാനത്ത് ഇൻഡസ്ട്രിയലി അവൈലബിൾ ആയിട്ടുള്ള മീഥൈൽ ആൽക്കഹോൾ യൂസ് ചെയ്യും. ഈ മീഥൈൽ ആൽക്കഹോൾ നമ്മളെ പല ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യേണ്ട സാധനമാണ്. അത് ഹ്യൂമൻ കൺസംഷന് യഥാർത്ഥം ചെയ്തേ കൂടാത്തതാണ്. പക്ഷെ അവന്മാർ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കും. ഈ ഡൈല്യൂഷൻ റേഷ്യോയിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോഴാണ് ഈ ഒരു ട്രാജിക് ഇൻസിഡന്റ് സംഭവിക്കുന്നത്. പക്ഷെ ഇത് എലിമിനേറ്റ് ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കോ സെൻട്രൽ ഗവൺമെന്റിനോ കഴിയുന്നില്ല. ഈവൻ ഈ മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന മീഥൈൽ ആൽക്കഹോളിന്റെ പിന്നീട് വിപണനമൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെയും കൂടെ അധികാര പരിധിയിൽ വരുന്നതാണ്. അപ്പൊ സെന്ററും സ്റ്റേറ്റും കൂടെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് വഴി മാത്രമേ ഈ ഒരു മെനൈസ്, ഈ ഒരു പ്രോബ്ലം പിന്നീട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. മെഥനോൾ ആണ് പലപ്പോഴും വില്ലൻ ആവുന്നത്. അപ്പൊ ഈ സോഷ്യോ എക്കണോമിക് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ ആൾക്കാർ. എപ്പോഴും ഈ ഹ്യൂജ് ട്രാജഡിയിൽ, ഇല്ലിസിറ്റ് ലിക്കർ ട്രാജഡിയിൽ മരിക്കുന്ന എല്ലാ പാവപ്പെട്ടവരായിരിക്കും. പണക്കാര അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആരും മരിക്കാറില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഈ ഒരു സപ്ലൈ ചെയിൻ ബ്രേക്ക് ചെയ്യേണ്ട കാര്യവും ഒക്കെയാണ് നീ പറയുന്നത്. Methanol is not a drink, it is industrial alcohol, an intermediary in the petrochemical industry. യഥാർത്ഥ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയിൽ ഒരു ഇന്റർമീഡിയറി ആയിട്ടുണ്ടാകുന്ന സംഭവമാണിത് ഈ മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെത്തനോൾ എന്ന് പറയുന്നത്. അത് ഒരിക്കലും കുടിക്കേണ്ടതല്ല. യഥാർത്ഥത്തിൽ നമ്മളെ ഇത് ക്ലാസ് ബി പോയിസൺ ആയിട്ടാണ് പല സ്റ്റേറ്റുകളും ക്ലാസിഫൈ ചെയ്തത്. ക്ലാസ് ബി പോയിസൺ ആണ്. ഈ പോയിസൺ ആണ് എടുത്ത് വെച്ച് കുടിച്ചു കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ബയോളജിക്കലി നമുക്ക് കുടിക്കേണ്ട ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ മൊളാസസിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. അത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആണ്. അതുകൊണ്ടാണ് അവന്മാർ ഈ പരിപാടി ചെയ്യുന്നത്, പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ ഈ ഇല്ലിസിറ്റ് ലിക്കർ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ ഇത് കൊടുത്തേക്കുന്നുണ്ട്. നമുക്ക് പണ്ടേ അറിയാവുന്നതാണ്. എന്നാലും ഞാൻ വിചാരിച്ചിരുന്നത് അതൊക്കെ ചുമ്മാ പറഞ്ഞാണ്. പക്ഷെ അവർ പറഞ്ഞേക്കുന്നത് സ്കോർപ്പിയോൺസിനെ അവർ ആഡ് ചെയ്തിട്ടാണ് ഇതാണ് ആൾക്കാർ മേടിച്ച് കുടിക്കുന്നത്. ഇതിന്റെ വീര്യം കൂട്ടാൻ വേണ്ടി സ്കോർപ്പിയോൺ വരെ ആഡ് അതിന്റെ അകത്ത് പിടിച്ചിടുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഹിന്ദുവിൽ തന്നെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ സത്യമായിരിക്കും. ഞാൻ മുമ്പ് കരുതിയിരുന്നത് അതൊക്കെ ചുമ്മാ ഈ ആൾക്കാർ വെറുതെ കുടിക്കാതിരിക്കാൻ വേണ്ടി പേടിയാക്കാൻ പറയുന്നതാണ്. സ്കോർപ്പിയോൺസ് വരെ ഇതിന്റെ അകത്ത് ലിക്കറിന്റെ അകത്ത് ആഡ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. ഹിന്ദുവിൽ ഈ എഡിറ്റോറിയൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ. അപ്പൊ എന്തായാലും ഈവൻ ഇതിന്റെ അകത്തുള്ള വേറൊരു പ്രോബ്ലം, ഈ പറഞ്ഞ ഇല്ലിസിറ്റ് ലിക്കർ ട്രാജഡിയിലൊക്കെ ബാക്കി പ്രവർത്തിക്കുന്ന പ്രതികളുണ്ടല്ലോ, ഇതിന്റെ സപ്ലയേഴ്സ്, ബൂട്ടിൽ ലെഗേഴ്സ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ബൂട്ടിൽ ലെഗേഴ്സ് എന്നല്ല, ബൂട്ട് ലെഗേഴ്സ്. അത് ഈ ഇല്ലിസിറ്റ് ആയിട്ടുള്ള ഇത്തരത്തില് ലീഗലി അലൗഡ് അല്ലാത്ത സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരെയാണ് അതിന്റെ എൻഡിൽ നിന്നുകൊണ്ട്, സപ്ലൈ ചെയിന്റെ എൻഡിൽ നിന്നുകൊണ്ട് അത് വിൽക്കുന്ന ആൾക്കാരാണ് ബൂട്ട് ലെഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ യുവമാർ ആരും ശിക്ഷിക്കപ്പെടത്തില്ല പല കേസുകളിലും. യുവമാർ ഇപ്പം തന്നെ ഒരു ഇതിന്റെ അകത്ത് ലാസ്റ്റിൽ പറയുന്നുണ്ട്, 2015 ഒരു മൽവാനി കേസ് എന്നൊരു കേസിൽ അതില് 14 അക്യൂസ്ഡ് ഉണ്ടായിരുന്നതിൽ 10 പേരെയും പിന്നീട് കോടതി അക്യൂറ്റ് ചെയ്യാണ്. അക്യൂറ്റ് ചെയ്യുന്ന പറയുന്നത് എന്താണ്? വെറുതെ എവിടെയാണ് അക്യൂറ്റ്. അപ്പം ഇവിടെ പറയുന്നുണ്ട്, legal proceedings in illicit liquor cases often involve murder and attempted murder charges besides those under prohibition laws. Yet convictions as seen in the 2015 Malwani case can be elusive. A court acquitted 10 of the 14 accused after 9 years. അപ്പൊ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് വീണ്ടും എത്രയും പെട്ടെന്ന് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുകളും തമ്മിൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും. പിന്നെ ഇന്നത്തെ ഹിന്ദുവില് ഈ ഒരു ആർട്ടിക്കിൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നേ ഇല്ല. കാര്യം ദ ന്യൂ നോർമൽ ആഫ്റ്റർ പഹൽഗാം ഇന്ത്യാസ് റെസ്പോൺസ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. കാര്യം അത് ഫുള്ള് ഞാൻ പറഞ്ഞുള്ള കാര്യങ്ങൾ, എനിക്കതിൽ ഇനി അഡീഷണലി ഒന്നും പറയാനില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നടന്നത്, പഹൽഗാമിൽ എന്ത് നടന്നു, പഹൽഗാമിന് ശേഷം ഇന്ത്യ ഒരു 14 ദിവസം വെയിറ്റ് ചെയ്തു, എന്നിട്ട് നമ്മളെ
മിലിറ്ററിയും മിലിറ്ററിയും എയർഫോഴ്സും നേവി എല്ലാം കൂടെ ചേർന്ന് ഒരു കുറെ ലൊക്കേഷൻസ് ടാർഗറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ലൊക്കേഷൻസിൽ അവർ അടിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഭീകരന്മാരാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്, നിങ്ങൾ സിവിലിയൻസിനെയോ പട്ടാളത്തിനെയോ ടാർഗറ്റ് ചെയ്യില്ല. സോ തിരിച്ചടിക്കേണ്ട ആവശ്യമില്ല, തിരിച്ചടിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചടി അതിനേക്കാളും വലുതായിട്ട് കിട്ടുന്ന ഗവൺമെന്റ് പറയുന്നു. പക്ഷെ കേൾക്കാതെ പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നു. അപ്പൊ ഇന്ത്യ അതിലും ശക്തമായി തിരിച്ചടിക്കുന്നു. അവരുടെ എയർഫോഴ്സ് ബേസുകളും അവിടെ പല ആർമി കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്നു. ഈവൻ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് പോലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ എവിഡൻസ് വരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗ്ലോബൽ എക്സ്പെർട്ടുകൾ പലരും അതൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യ മെയ്ഡ് എ ഡിസിസീവ് വിക്ടറി, ഇന്ത്യ വൺ എ ഡിസിസീവ് വിക്ടറി അഗൈൻസ്റ്റ് പാകിസ്ഥാൻ എന്നുള്ളതാണ് സത്യം. പക്ഷെ അത് ഹിന്ദു പറയില്ല, കാര്യം ഹിന്ദുവിന്റെ പൊളിറ്റിക്സ് അത് അലോ ചെയ്യത്തില്ല. അതുകൊണ്ട് അതവർ പറയത്തില്ല. ഇത് പാകിസ്ഥാൻ ഇന്ത്യ ഏതാണ്ട് ഈക്വലി അവസാനിപ്പിച്ച രീതിയിൽ ഹിന്ദു പറയുള്ളൂ. ആക്ച്വലി ഹിന്ദുവിന്റെ പല ആർട്ടിക്കിൾസും വളരെ ബയസ്ഡ് ആണ്. വളരെ ബയസ്ഡ് എന്ന് വെച്ചാൽ ഈവൻ നാഷണലി ബയസ്ഡ് ആയിക്കോട്ടെ, ഇപ്പൊ BJP ഇഷ്ടമല്ല, കോൺഗ്രസിന് ഇഷ്ടമല്ലെങ്കിൽ അവർക്ക് ബയസ്ഡ്. അവർ ആക്ച്വലി കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്സിന്റെ ആൾക്കാരാണ് ഈ ഹിന്ദു. അപ്പൊ അവർ കോൺഗ്രസിനെയും BJP വളരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അത് ഈ പ്രോബ്ലം ഇല്ല, അവരുടെ പൊളിറ്റിക്സ് അവിടെ കൊണ്ട് നടന്നോട്ടെ. പക്ഷെ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന വിഷയങ്ങളിലും നാഷണലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളിലും ഒക്കെ വളരെ ബയസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അവരാണ് ആദ്യം ഹിന്ദുവിൽ റിപ്പോർട്ട് ചെയ്തത് ഇപ്പൊ 5 ഇന്ത്യൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ തകർന്നു എന്ന്, അല്ലെങ്കിൽ പാകിസ്ഥാൻ തകർത്തെന്ന് കണ്ട. പിറ്റേന്നല്ല മണിക്കൂറുകൾക്ക് അത് പിൻവലിച്ച് മാപ്പ് പറയേണ്ടി വന്നു. അപ്പൊ അതുപോലെ എന്തായാലും ആർട്ടിക്കിളില് പല കാര്യങ്ങളും ഒരുമാതിരി ഇന്ത്യ വലിയ അച്ചീവ്മെന്റ് ഒന്നും ഉണ്ടാക്കിയെന്നൊന്നും ഇതെങ്ങും പറയുന്നില്ല. പക്ഷെ സ്റ്റിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വായിക്കേണ്ട ആവശ്യം, വായിക്കണം, മസ്റ്റായിട്ട് വായിക്കണം. വായിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കേണ്ട വേറെ ആർട്ടിക്കിൾസ് ഇല്ല ഹിന്ദുവിൽ, കാര്യം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട്. അപ്പോൾ എഡിറ്റോറിയൽസ് രണ്ടും വായിക്കുക, ഈ ആർട്ടിക്കിൾ വായിക്കുക. രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് മസ്റ്റാണ്. അത് മാത്രമല്ല വൊക്കാബുലറി പോയിന്റ് ഓഫ് വ്യൂലും കോംപ്രിഹെൻഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇത് വായിക്കണം. വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ആർട്ടിക്കിളിന്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു. പലതവണ നമ്മൾ ഹിന്ദുവിലൊക്കെ തന്നെ വന്ന ആർട്ടിക്കിൾസിന്റെ റിപ്പറ്റീഷനാണ്, വേറൊരാളെ ജയിക്കുന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി ഇത് അത്യാവശ്യം നല്ലൊരു ആർട്ടിക്കിളാണ്. The ingredient to turn around nutrition outcomes. The ingredient to turn around nutrition outcomes. ഇതൊരു റിസർച്ചർ എഴുതിയിരിക്കുന്നതാണ്. നമുക്കറിയാം ഇന്ത്യയില് നമ്മൾ ഇന്ത്യയിൽ പോവർട്ടി വളരെ റാമ്പന്റ് ആയിരുന്നു. പക്ഷെ ഇന്ത്യ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിലനുസരിച്ച് ഇന്ത്യയിൽ ഭക്ഷണമില്ലാത്തവരുടെ പെർസെന്റേജ് വളരെ കുറവാണ്. ലെസ് ദാൻ 5% ആൾക്കാർക്ക് ഭക്ഷണം ഇല്ലാതെ ഉള്ളെന്നാ പറഞ്ഞത്. അതും ഇന്ത്യയുടെ PDS സിസ്റ്റത്തിന്റെ കംപ്ലൈന്റ് ഉണ്ട്. PDS മീൻസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമ്മളെ റേഷൻ ഷോപ്പുകൾ ഉൾപ്പെടുന്ന ആ ഒരു സംവിധാനത്തിനാണ് PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. അതിന്റെ ഫെയിലിയർ കൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ പട്ടിണിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാകാൻ കാരണം എന്താ? ഇന്ത്യയില് പാവങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീ ഫുഡാണ്. അതാണല്ലോ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയുടെ അണ്ടറില് BPL ഫാമിലീസിന് റൈസും വീറ്റും ഒക്കെ ഫ്രീ ആയിട്ടാണ് എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ളത്. പെർ ഫാമിലി പെർ പേഴ്സൺ 5 കിലോഗ്രാം ഫ്രീ ആയിട്ട്. അപ്പൊ പിന്നെ ഫുഡ് ഗ്രെയിൻസ് കിട്ടുന്നുണ്ട്. ന്യൂട്രീഷ്യസ് ഫുഡ് എന്ന് പറയാൻ പറ്റില്ല, റൈസും വീറ്റും കിട്ടുന്നുണ്ട്. അപ്പൊ വിശപ്പ് മാറ്റാം. മനസ്സിലായോ? വളരെ പിന്നോക്ക ജില്ലകളിലൊക്കെ മറ്റു സാധനങ്ങളും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പട്ടിണി കിടക്കുന്നവര് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ PDS സിസ്റ്റത്തിന്റെ ഫെയിലർ ആവും. ഇനി ഇത് മാത്രമല്ല, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി. ഫുഡില്ലാത്ത അവന് ഫുഡ് കൊടുത്താൽ അത് അവന്റെ വിശപ്പ് മാറ്റാൻ സഹായിക്കും. അപ്പോഴും അവന്റെ പോവർട്ടി മാറത്തില്ല. പോവർട്ടി മീൻസ് അവന് എഡ്യൂക്കേഷൻ കൊണ്ട് കുട്ടിയെ കൊടുക്കാൻ പറ്റുന്നില്ല, അവന് ഷെൽട്ടർ, വീടില്ല, അവന് വാട്ടർ ഇല്ല, അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. ദോസ് ഓൾ പ്രോബ്ലംസ് ഷുഡ് ബി സോൾവ്. ദെൻ ഓൺലി വി ക്യാൻ സേ ദാറ്റ് he is out of multi-dimensional poverty. And as per the latest estimate of United Nations, during the last 5 years, India took out around 13 to 14 crores of Indian population out of multi-dimensional poverty. അപ്പോൾ ആ ഒരു രീതിയിൽ പോവർട്ടി എറാഡിക്കേഷൻ വലിയ രീതിയിൽ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിലെ പോപ്പുലേഷനിൽ ഇപ്പോഴും പകുതിക്ക് മിസ്സിംഗ് ആണ്. ഭക്ഷണം മാത്രം കിട്ടിയോണ്ട്, ഈ ഒരു ബേസിക് ഭക്ഷണം മാത്രം കിട്ടിയോണ്ട് ന്യൂട്രീഷൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ കുട്ടികളിൽ വിമനിലും ഒക്കെ അനീമിയ പ്രോബ്ലം വളരെ 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 കൂടുതലാണ്. എസ്പെഷ്യലി വിമനിലാണ് അനീമിയ പ്രോബ്ലം വളരെ. ഇന്ത്യയിൽ 57% വിമനും അനീമിക്കാണ്. അയൺ ഡെഫിഷ്യൻസി കൊണ്ടാണ് അനീമിക്കാവുന്നത്. അത് അതേസമയത്ത് മെന്നിൽ 26% ഉള്ളൂ. അതുപോലെ കുട്ടികളിൽ സ്റ്റണ്ടിങ്, അനീമിയ അതെല്ലാം വളരെ പ്രിവാലന്റ് ആണ്. സ്റ്റണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏജ് അഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ഹൈറ്റ് ഇല്ലാത്തതാണ്, അണ്ടർ വെയിറ്റ്. അപ്പൊ ഇത് മെയിൻലി കുട്ടികളിലും സ്ത്രീകളിലും.
അപ്പൊ ഇതിനെ അഡ്രസ് ചെയ്യാൻ ഈ പറഞ്ഞ ഫ്രീ ഫുഡ് ഗ്രെയിൻ പ്രോഗ്രാം മാത്രം പോരെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് അത് സ്റ്റാർട്ട് ചെയ്തു. പോഷൻ അഭിയാൻ എന്ന് പറയുന്ന സ്കീം സ്റ്റാർട്ട് ചെയ്തു. പോഷൻ അഭിയാൻ അത് നമ്മളുടെ അംഗൻവാടികൾ വഴി കൊച്ചുങ്ങൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഫുഡ് കൊടുക്കുന്നില്ലേ, ഫുഡ് ഗ്രെയിൻസും ഒക്കെ, അതാണ് പോഷൻ അഭിയാൻ. അപ്പൊ ഈ പോഷൻ അഭിയാന്റെ എയിം ടു ഇംപ്രൂവ് ദ ന്യൂട്രീഷൻ ഫോർ പ്രഗ്നന്റ് വിമൻ, ലെക്ടേറ്റിംഗ് മദേഴ്സ് എന്ന് പറഞ്ഞാൽ മുലയൂട്ടുന്ന അമ്മമാര്, അഡോളസന്റ് ഗേൾസ് കൗമാരക്കാരായ പെൺകുട്ടികൾ, ആൻഡ് യങ് ചിൽഡ്രൻ, അതിലാണ് പെണ്ണ് വ്യത്യാസമുള്ളത്, യങ് കുട്ടികളും, മെയിൻലി പെൺപിള്ളേരാണ് അല്ലെങ്കിൽ വിമനെയാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനുവേണ്ടി കൊടുക്കുന്ന ഫണ്ടിങ്ങോ, ഇത് ഈ പറഞ്ഞിരിക്കുന്ന ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ 2022-23 ഫണ്ടിങ് ആണ് 24,000 കോടി, 24,000 crore. ഇതിപ്പോ ലേറ്റസ്റ്റ് പുതിയ ബഡ്ജറ്റ് എടുത്തൊക്കെ ഇതിന്റെ ഇരട്ടിയായിരിക്കും. അപ്പൊ അത്രയും ഹ്യൂജ് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഫണ്ടിങ് യൂട്ടിലൈസേഷനിലൊക്കെ പ്രോബ്ലംസ് ഉണ്ട്. എന്നാലും അറൌണ്ട് ഒരു 70-75% ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ എന്താണ് സംഭവിച്ചത്? അനീമിയ കൂടിയാണ് ചെയ്തത്. 53% ഉണ്ടായിരുന്ന അനീമിയ 57% മാറി. എന്നിട്ട് ഏതാണ്ട് 18.7% പെൺപിള്ളേർ അണ്ടർ വെയിറ്റ് ആണ്. അതായത് ഓരോ 5 ഗേളിനെ എടുക്കുമ്പോൾ ഒരു ഗേൾ അണ്ടർ വെയിറ്റ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം ഈ സ്കീംസ് മാത്രം പോരാ, ഹ്യൂജ് ഫണ്ടിങ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്. സ്കീംസ് മാത്രം പോരാ, ഫണ്ടിങ് ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ കൾച്ചർ ആദ്യം മാറണം. അതാണ് ഇതിൽ ഈ ലേഡി പറഞ്ഞേക്കുന്നത്. കൾച്ചർ മാറണത് ഇപ്പൊ നമ്മളെ വീടുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, പല എസ്പെഷ്യലി സമൂഹത്തിൽ അങ്ങനെ ഒരു തിങ്കിങ് ഉണ്ട്. അതായത് ലാസ്റ്റിലാണ് പെൺകുട്ടിയും അവിടുത്തെ അമ്മമാരും ഒക്കെ ഫുഡ് കഴിക്കേണ്ടത്. അപ്പൊ ഒരു ഫുഡിന് ഷോർട്ടേജ് ഉള്ളൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ആ ഫാമിലിയിൽ ആ പെൺകുട്ടികൾക്കും അവിടുത്തെ അമ്മയ്ക്കും കിട്ടുന്ന ന്യൂട്രീഷൻ കുറവായിരിക്കും. അവരെ പുരുഷന്മാരെ കൊടുത്തേ ചെയ്യുള്ളൂ. അതൊരു കൾച്ചറൽ പ്രോബ്ലം ആണ്. രണ്ടാമത്തെ പ്രോബ്ലം ഈ സ്ത്രീകളുടെ ഇൻകം ഇല്ലായ്മ. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻകം ഉള്ള സ്ത്രീകളാണെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ ന്യൂട്രീഷൻ ഇംപ്രൂവ് ചെയ്യും, അവരുടെ ന്യൂട്രീഷൻ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് എന്നുള്ള റിസർച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. ഇനി ഇൻകം ഉള്ളവരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ട്. ഇൻകം ഉണ്ടെങ്കിൽ പോലും 49% ഇന്ത്യൻ സ്ത്രീകൾക്ക് ആ ഇൻകം എടുത്ത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതെന്ന് പറഞ്ഞു. അതും ഒരു സൊസൈറ്റൽ പ്രോബ്ലം ആണ്. മനസ്സിലായോ? ഇപ്പൊ എന്റെ ഭാര്യക്ക് ജോലിയുണ്ട്, പക്ഷെ ആ ഭാര്യയുടെ സാലറി ഞാനാണ് ഉപയോഗിക്കുക. എന്റെ ഭാര്യ ബാങ്ക് ഓഫീസറാണ്, പക്ഷെ ഞാൻ അത് ഇന്ന് വരെ സാലറി എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് മന്ത് തൊട്ട് ഇന്ന് വരെ ഞാൻ തിരക്കാൻ പോയിട്ടുമില്ല. ഇപ്പൊ 10 വർഷം കൊണ്ട് ബാങ്കിൽ ഓഫീസറാണ്. ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്റെ ഭാര്യ ഒരു ഇതുപോലെ ഒരു ജോലിയുള്ള ആളാണ്. അപ്പൊ അവളുടെ സാലറി വാങ്ങി ഫുള്ള് ഞാൻ വാങ്ങി വെച്ചിട്ട് മന്ത്ലി അവർക്ക് വണ്ടിക്കൂലിയും അല്ലെങ്കിൽ പിന്നീട് മറ്റു കാര്യങ്ങളും ഞാനായിട്ട് കൊടുക്കുന്ന അവസ്ഥ എന്താണ്? ഫിനാൻഷ്യൽ ഫ്രീഡം ആണോ? അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്, ബട്ട് സ്റ്റിൽ ഷീ ഹാസ് നോ ഫിനാൻഷ്യൽ ഫ്രീഡം. ഇതാണ് 49% ഇന്ത്യൻ സ്ത്രീകളുടെ ഇടയിൽ സംഭവിക്കുന്ന പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇനി അപ്പം ജോലി ഉള്ളവരെ പോലെ അല്ലെ ഇൻകം ഉള്ളവരെ അവസ്ഥ അതാണ്. പിന്നെ ഇന്ത്യയിലെ ഇതിനെ പോലെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സർവേയെ കുറിച്ച് പറയുന്നുണ്ട്. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സർവേ എന്നുള്ളൊരു സംഭവമുണ്ട്. ഇവിടെ അതിന്റെ കാര്യം പറയുന്നുണ്ട്. എവിടെ ആയിക്കോട്ടെ, പീരിയോഡിക് ലേബർ ഫോഴ്സ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അതിന്റെ ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. അത് എനിക്കൊന്ന് ക്വാർട്ടർലിയാണ് ചെയ്യുന്നത്. പീരിയോഡിക് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. അതിന്റെ യഥാർത്ഥ അബ്രിവിയേഷൻ അങ്ങനെയാണെന്ന് എനിക്ക് പീരിയോഡിക് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സർവേ എന്നാണ് എന്റെ അബ്രിവിയേഷൻ. അങ്ങനെ തന്നെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അങ്ങനെ ഒരു ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സർവേ നടത്തുമ്പോൾ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ കൂടുന്നുണ്ട്. പക്ഷെ കൂടുമ്പോഴും അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഇൻഫോർമൽ ജോബുകളിൽ ആണ് കൂടുതലും. അതായത് അങ്ങനെ കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് ഇൻകം കിട്ടുന്ന ജോബുകളിലല്ല ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ കൂടുന്നുണ്ട്. ഇന്ത്യയിലെ ലേബർ ഫോഴ്സിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ കൂടുന്നുണ്ട്. മിനിഞ്ഞാന്ന് എന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിലൊക്കെ പറയുന്ന ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു more than 40% സ്ത്രീകൾ ഇപ്പൊ ലേബർ ഫോഴ്സിലുണ്ട്. പക്ഷേ അവർ ചെയ്യുന്ന ജോലികൾ നോക്കിയാലും മിക്കവാറും കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് ഇൻകം കിട്ടുന്ന ഫോർമൽ ജോബ്സ് ആയിരിക്കത്തില്ല, ഇൻഫോർമൽ ജോബ്സ് ആയിരിക്കും. രണ്ടാമത് പിന്നെ അവർ ചിലപ്പോൾ സ്വന്തം തൊഴിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അതിന് അവർക്ക് മെയിലിന് കിട്ടുന്ന ആ ഒരു വരുമാനം കിട്ടുന്നത്. അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഇനി തൊട്ട് ഗവൺമെന്റ് ഇതുപോലുള്ള പോഷൻ സ്കീമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റ് സ്ത്രീ സെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വിമൻ സെൻട്രിക് ആയിട്ടുള്ള സ്കീമുകൾ നടപ്പാക്കുമ്പോൾ അവര് ഈ ടാർഗറ്റിംഗ് ന്യൂട്രീഷൻ പ്ലസ് അവർക്ക് എക്കണോമിക് ആയിട്ടുള്ളൊരു സെക്യൂരിറ്റി, ഇത് രണ്ടും കൂടെ പ്രൊവൈഡ് ചെയ്താലേ ഈ പറഞ്ഞ സ്ത്രീകളുടെ ഇടയിലുള്ള ഈ ന്യൂട്രീഷൻ പ്രോബ്ലം കുറയുള്ളതാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. അതിൽ അംഗൻവാടീസിന് വലിയ പങ്ക് വഹിക്കാൻ പറ്റുന്നവർ പറയുന്നുണ്ട്. പക്ഷെ അംഗൻവാടീസിന് എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ട് പങ്ക് വഹിക്കാൻ പറ്റുന്ന എനിക്ക് ഡൗട്ട് ഉണ്ട്. ന്യൂട്രീഷന്റെ കാര്യത്തിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ആൾക്കാർക്ക് എക്കണോമിക്കലി പെൺകുട്ടികളെ എംപവർ ചെയ്യാനുള്ള ജോലിയും കൂടെ എടുക്കാൻ ഒരു അംഗൻവാടി കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ തന്നെ അവർ വേറെ വളരെ നോബിൾ ആയിട്ടുള്ള കുറെ കോഴ്സസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനുവേണ്ടി സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇവരങ്ങനെ പറഞ്ഞേക്കുന്നത്. ഇതാണ് ഈ ആർട്ടിക്കിളിന്റെ ഒരു കണ്ടന്റ്. ഇനി അടുത്ത പേജുകളിലേക്ക് പോവാം. ന്യൂസ് പേജിൽ പോകുമ്പോൾ
ഞാൻ പറഞ്ഞത് ഇന്ന് ഹിന്ദുവിൽ ഈ ഒരു പേജ് കഴിഞ്ഞാൽ കണ്ട, ഈ പേജ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് സ്പോട്ട് ഗ്രൗണ്ട് സീറോ ആണ്. ഗ്രൗണ്ട് സീറോ വേണമെങ്കിൽ വായിച്ചോളൂ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവാൻ, കോംപ്രിഹെൻഷൻ സ്കിൽ ഇമ്പ്രൂവ് ആവാനൊക്കെ നല്ലതായിരിക്കും. അതിനപ്പുറം അത് വേണ്ട. പിന്നെ ടെക്സ്റ്റ് ആൻഡ് കോൺടെക്സ്റ്റ് പേജ് ഒന്നുമില്ല. അതാ പറഞ്ഞത്, ഹിന്ദുവിൽ സാറ്റർഡേസിൽ ന്യൂസ് കുറവായിരിക്കും. സൺഡേസിൽ അങ്ങനെയല്ല. സൺഡേസിൽ പക്ഷെ വേറെ ഒരുപാട് പേജസ് വരും. SC's 3-month timeline and governor verdict was adopted from centers on guidelines. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എഡിറ്റോറിയലൊക്കെ പറഞ്ഞാണ്. ഇപ്പൊ പ്രസിഡൻഷ്യൽ റെഫറൻസ് ചോദിച്ചില്ലേ പ്രസിഡന്റ്, അപ്പം റെഫറൻസ് ചോദിക്കാൻ കാരണം സുപ്രീം കോടതിയുടെ വിധിയാണ്. ആ വിധി പക്ഷെ സെന്ററിന്റെ തന്നെ ഗൈഡ് ലൈൻസിന്റെ അടിസ്ഥാനത്തിൽ അവർ ആ വിധി തയ്യാറാക്കിയെന്ന് ഞാൻ പറഞ്ഞു. സർക്കാരിയ കമ്മീഷൻ എന്നും പുഞ്ചി കമ്മീഷൻ എന്നും രണ്ട് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കാനുള്ള രണ്ട് കമ്മീഷൻസ് ഉണ്ടായിരുന്നു. സർക്കാരിയ കമ്മീഷൻ ആൻഡ് പൂഞ്ചി കമ്മീഷൻ. അവരുടെ റിപ്പോർട്ടുകൾ, അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഹോം മിനിസ്ട്രി 2016 പുറപ്പെടുവിച്ച ചില നിബന്ധനകൾ, ഗൈഡ് ലൈൻസ് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഓൾറെഡി എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു. അത് വേറെ ഒന്നും പറയാനില്ല. പിന്നെ NIA കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. NIA എന്താണ്? നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. പിന്നെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് പൊളിറ്റിക്സ് ആണ്, ഞാൻ പറയുന്നില്ല. പിന്നെ UK determined to play a role in improving India-Pakistan ties fighting terror. ഡേവിഡ് ലാമി എന്ന് പറഞ്ഞാൽ UKയുടെ, അതായത് ഇംഗ്ലണ്ടിന്റെ ഫോറിൻ മിനിസ്റ്റർ ആണ്. ഫോറിൻ മിനിസ്റ്റർ എന്നാണ് അവിടെ പറഞ്ഞത്, ഫോറിൻ സെക്രട്ടറി എന്നാണ്. അപ്പൊ ഡേവിഡ് ലാമി ഇന്ത്യക്ക് പാകിസ്ഥാനുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ സഹായിക്കാന്ന്. പുള്ളി സഹായിച്ചെന്ന് പറഞ്ഞ് നടക്കുമോ? ഇത്രയും വർഷങ്ങളായിട്ട് അമേരിക്ക, റഷ്യ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. അപ്പൊ എന്തായാലും പിന്നെ ഇവിടെ പറഞ്ഞത് ഇത് നമുക്ക് പറയാനുള്ളതാണ്. ഷാ ഇനാഗുറേറ്റ്സ് റീവാംപ്ഡ് മൾട്ടി ഏജൻസി നെറ്റ്വർക്ക് ബിൽറ്റ് അറ്റ് ₹500 crore ടു ഫൈറ്റ് ടെററിസം. ടെററിസത്തിന് അഗേൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ മുംബൈ ഇന്ത്യയിൽ ഉണ്ടാക്കിയതാ. ആ ഒരു സംഭവത്തിന് ഇപ്പൊ റീവാമ്പ് ചെയ്തേക്കണം. 500 കോടി മുടക്കി. എന്റെ പേര് മൾട്ടി ഏജൻസി സെന്റർ, മാക് എന്ന് പറയും. മൾട്ടി ഏജൻസി സെന്റർ. That was formed in 2001. Yes, that was conceptualized in 2001 post Kargil war. Kargil warന് ശേഷം 2001 ഇത് conceptualized ചെയ്തത്, but that was not adequate. So now government, especially Home Ministry is the responsible ministry to coordinate all the internal security measures. So Home Ministry revamped it, MAC, MAC, Multi Agency Center, and റോ ഉൾപ്പെടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, IB, ഇത് IBയുടെ അണ്ടറിലാണ് ഈ മാക് വരുന്നത് കേട്ടോ. IB ഇന്റലിജൻസ് ബ്യൂറോയുടെ അണ്ടറിലാണ് ഈ മാക് വരുന്നത്. ഈ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് സ്റ്റേറ്റ് ലെവലിലെ പോലീസ് സ്റ്റേഷൻസ്, ആംഡ് ഫോഴ്സസ് എല്ലാവരും ഇവർക്ക് റിപ്പോർട്ട് ചെയ്യണം. മാക്കിന് ഇന്റലിജൻസ് ഇൻപുട്ട് കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ അവര് നമ്മളെ ഇന്ത്യയിലെ ഇന്റേണൽ ഇന്റലിജൻസ് കളക്ഷൻ ഇംപ്രൂവ് ചെയ്ത് ഇന്ത്യയുടെ ഇന്റർണൽ സെക്യൂരിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവമാണ് മാക് എന്ന് പറഞ്ഞത്. ഹോം മിനിസ്ട്രിയുടെ അണ്ടറിലാണ്. ഹോം മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോ പിന്നെ അവിടെ വേറെ പറയാലോ. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോ അവിടെ ഫുൾ പൊളിറ്റിക്സ് ആണ്. എല്ലാ ദിവസവും ഈ പേജിൽ ഫുൾ പൊളിറ്റിക്സ് ആണല്ലോ. ഷഹബാസ് ഷെരീഫ്, പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയെ ടോക്സിന് വിളിച്ചേക്കുന്നു. ഇന്ത്യ എന്തായാലും ആ ഒരു ടോക്സിലേക്ക് പോകാൻ സാധ്യതയില്ല. ചർച്ചയ്ക്ക് വിളിച്ചേക്കുന്നു ഷഹബാസ് ഷെരീഫ്, പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ. പിന്നെ ഇന്ത്യ ഒപ്പോസിഷൻ ലീഡേഴ്സ് ഉൾപ്പെടെ കേരളത്തിലെ MP-മാരായ ശശി തരൂർ, ജോൺ ബ്രിട്ടാസ് ഒക്കെ ഉണ്ട്. ഒപ്പോസിഷൻ MP-മാർ ഉൾപ്പെടെ ഉള്ളവരെ ഡെലിഗേഷൻസ് ഉണ്ടാക്കി ഏതാണ്ട് 50ലധികം രാജ്യങ്ങളിലേക്ക് സെൻഡ് ചെയ്യാൻ പോകണം. പാകിസ്ഥാന്റെ ടെറർ ഫേസ്, പാകിസ്ഥാന്റെ ടെറർ മുഖം, ഭീകരമുഖം തുറന്നു കാണിക്കാൻ. പിന്നെ ഇതൊക്കെ ആവശ്യമില്ലാത്ത ന്യൂസുകളാണ്, നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോ ASA completes conservation work in Lothi era step well. ASA, what is ASA? Archaeological Survey of India. Indiയുടെ പുരാവസ്തു വകുപ്പ്, Archaeological Survey of India, in collaboration with the World Monuments Fund India and TCS Foundation. TCS ആണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ്. അവർക്കൊക്കെ CSR ആക്ടിവിറ്റി ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ CSR പറഞ്ഞു, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എവറി ബിഗ് കമ്പനീസ് ഇൻ ഇന്ത്യ ഷുഡ് കോൺട്രിബ്യൂട്ട് 2% ഓഫ് ദെയർ പ്രോഫിറ്റ് ഫോർ ദ എൻഹാൻസ്മെന്റ് ഓഫ് ദ സൊസൈറ്റി ഓർ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം അവരുടെ 2% പ്രോഫിറ്റ്. അതിനൊക്കെ വേണ്ടി TCS ഫൗണ്ടേഷൻ ഒക്കെ ഉള്ള ഇവരെല്ലാം കൂടി ചേർന്ന് 16ാം സെഞ്ചുറിയില്, 16th സെഞ്ചുറിയില്, ആ സമയത്ത് ലോധിമാരാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടത്. ലോധി എറയില്, ലോധി പീരീഡില് ഒരു സ്റ്റെപ്പ് വെൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, കിണറാണ് സ്റ്റെപ്പ് വെൽ. അത് ഇപ്പൊ റീസ്റ്റോർ ചെയ്തു. അതിന്റെ പേര് രാജോൺ കി ബെലോയി എന്നാണ്. രാജോൺ കി ബെലോയി, അല്ല സോറി, ബെവോലി.
രാജോൻകി ബവോലി എന്നാണ് എന്റെ പേര്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കിലാണ്. മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്ക് ന്യൂഡൽഹിയിലാണ്. The Archaeological Survey of India, in collaboration with the World Monuments Fund India and the TCS Foundation, has successfully completed the construction work of Rajonki Bavoli, the 16th century temple located in Mehroli Archaeological Park in New Delhi. പിന്നെ SC സ്ട്രൈക്സ് ഡൗൺ റിട്രോസ്പെക്റ്റീവ് എൻവയോൺമെന്റൽ ക്ലിയറൻസസ് എന്നൊരു ന്യൂസ് ഉണ്ട്. അത് വലിയ ആവശ്യമുള്ളൊന്നും അല്ല, വളരെ ആവശ്യമുള്ള ന്യൂസ്. ഇന്ത്യ ടു ഡു വാട്ട് എവർ ഈസ് നെസസറി ടു ബിൽഡ് ടൈസ് വിത്ത് അഫ്ഗാനിസ്ഥാൻ എന്നൊരു ന്യൂസാണ്. വളരെ ഞാൻ ഇന്നലെയും നിങ്ങളുടെ പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു ന്യൂസാണ്. കാര്യം അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് താലിബാൻ ആണെന്നുള്ള പേരിൽ അവരെ നമ്മൾ മാറ്റി നിർത്തുന്നുണ്ട്. താലിബാൻ നല്ല ആളെന്നല്ല പറയുന്നത്, പക്ഷെ ഇന്ത്യക്ക് നമുക്ക് വേണ്ടത് നമ്മളുടെ ഈ പാകിസ്ഥാൻ എവിടെയൊക്കെ ഒറ്റപ്പെടുത്താൻ പറ്റും അവിടെ എല്ലാം നമ്മൾ ഒറ്റപ്പെടുത്തിയാൽ വേണ്ടത്. പാകിസ്ഥാൻ ഒരിക്കലും ഇപ്പൊ അഫ്ഗാനിസ്ഥാന്റെ മുകളിൽ ഒരു ലിവറേജ് ഇല്ല. അപ്പൊ അഫ്ഗാനിസ്ഥാന് വേണ്ടി പല കാര്യങ്ങളും ഇന്ത്യക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ താലിബാന്റെ ഗവൺമെന്റുമായിട്ട് ഇന്ത്യ വലിയ ബന്ധം ഉണ്ടാക്കി തുടങ്ങി. ജയശങ്കർ എന്നല്ല പാകിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ വിളിച്ച് പാകിസ്ഥാൻ എന്നല്ല പറഞ്ഞു പറ്റി, അഫ്ഗാനിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ വിളിച്ച് സംസാരിച്ചു. താലിബാൻ കാരനാണല്ലോ അഫ്ഗാനിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ. എന്നിട്ട് വിക്രം മിശ്ര, ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി, ഗൾഫിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടു ഈ ഇടയ്ക്ക്, ഈ താലിബാന്റെ ഫോറിൻ മിനിസ്റ്റർ. അപ്പൊ അങ്ങനെ താലിബാനുമായിട്ട് വളരെയധികം അടുത്ത ബന്ധം ഇന്ത്യ ഉണ്ടാക്കാൻ പോയാണ്. അത് പാകിസ്ഥാന് നല്ലൊരു പണിയായിരിക്കും, കാര്യം ഇന്ത്യയും താലിബാനുമായിട്ടുള്ള നല്ല ബന്ധം ഉണ്ടാകുന്നത്. പഹൽഗാമിൽ നടന്ന ടെററിസ്റ്റ് അറ്റാക്കിനെയൊക്കെ താലിബാൻ ഈ ഇടയ്ക്ക് സ്ട്രോങ് ആയിട്ട് കണ്ടം ചെയ്തിരുന്നു. അതുപോലെ ഇന്ത്യക്ക് ഇറാനുമായിട്ട് ചേർന്നൊരു പോർട്ടുണ്ട്. ആ പോർട്ടിന്റെ പേര് ചബഹാർ എന്നാണ്. അത് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ കവാടമാണ്, ഗേറ്റ് ആണ്. അപ്പൊ ഈ പോർട്ടിന്റെ ഓപ്പറേഷണലൈസേഷനിലൊക്കെ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാന്റെയും ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. പിന്നെ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി റിട്ടയർ ആയതിനെ കുറിച്ചുണ്ട്, ജസ്റ്റിസ് ബേലായം ത്രിവേദി. അത് നമ്മുടെ പേരൊന്നും പഠിച്ചിട്ടും കുഴപ്പമില്ല, ജസ്റ്റ് പറഞ്ഞോളൂ. റിട്ടയർ ആയി ജസ്റ്റിസ് സുപ്രീം കോടതിയിൽ 34 ജഡ്ജിമാരുണ്ട്, അതിൽ ഒരാളാണ് ബേലായം ത്രിവേദി. പിന്നെ VSSCയുടെ ഡയറക്ടറിന്റെ ഫോട്ടോ ആണ്. VSSC ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ നായരാണ്. VSSC അറിയാലോ, നമ്മുടെ തിരുവനന്തപുരത്ത് VSSC. പിന്നെ NCW കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. NCW എന്നാണ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, ദേശീയ വനിതാ കമ്മീഷൻ. വിജയ രഹാത്കർ ആണ് അതിന്റെ ചീഫ്. വിജയ രഹാത്കർ, നാഷണൽ കമ്മീഷൻ ഫോർ വിമന്റെ ചീഫ്. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഡിവിഡന്റ് കിട്ടാറുണ്ട്. ഡിവിഡന്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന്റെ വിഹിതം, അതാണല്ലോ ഡിവിഡന്റ് എന്ന് പറയുന്നത്. അതിപ്പോ ഈ നമ്മള് സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ടിരുന്നത് നമുക്ക് ആ കമ്പനിയിൽ ഡിവിഡന്റ് കിട്ടാറുണ്ട്. അതുപോലെ ഡിവിഡന്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. വലിയ ഇതാ കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 2 ലക്ഷം കോടിയെ കൊടുത്തു. അപ്പൊ ഈ പ്രാവശ്യവും വലിയൊരു ഡിവിഡന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ RBIക്ക് എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക് എന്നൊരു സംഭവം DCF എന്ന് പറയും. അന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നു വേണ്ട. ECF എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക്, അതിന്റെ അണ്ടർ ചെയ്യുന്നുണ്ട് അവർക്ക് ഡിവിഡന്റ് കൊടുക്കാൻ പറ്റൂ. അപ്പോ എപ്പോഴും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കണ്ടിൻജൻസി റിസ്ക് ബഫർ CRB എന്നൊരു സംഭവം സൂക്ഷിക്കണം. RBIയുടെ ബാലൻസ് ഷീറ്റിന്റെ 5.5 to 6.5% ആയിരിക്കണം ഈ പറഞ്ഞ CRB, കണ്ടിൻജൻസി റിസ്ക് ബഫർ എന്നാണ് മുമ്പ് ബിമൽ ജലാൻ കമ്മിറ്റി എന്നൊരു കമ്മിറ്റിയൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പൊ RBIയുടെ കയ്യിൽ ബാലൻസ് ഷീറ്റ് എത്രയുണ്ടോ ആ ബാലൻസ് ഷീറ്റിന്റെ 5.5 to 6.5% എന്തായിട്ട് കണ്ടിൻജൻസി ഫണ്ട് ആയിട്ട് സൂക്ഷിക്കണം, കണ്ടിൻജൻസി റിസ്ക് ബഫർ ആയിട്ട്, ആസ് പെർ ദ റിപ്പോർട്ട് ഓഫ് ബിമൽ ജലാൻ കമ്മിറ്റി. ബിമൽ ജലാൻ പഴയ RBI ഗവർണറാണ് ബിമൽ ജലാൻ. പക്ഷെ അത് ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ പോയാ ഗവൺമെന്റും RBI ഒക്കെ ചേർന്ന്. എന്നിട്ട് ഈ കണ്ടിൻജൻസി റിസ്ക് ബഫർ കുറയ്ക്കാൻ പറ്റിയാൽ, വീണ്ടും കുറയ്ക്കാൻ പറ്റിയ അത്രയും കൂടെ പൈസ ഗവൺമെന്റിന് ഡിവിഡന്റ് ആയിട്ട് RBIയുടെ കയ്യിൽ നിന്ന് കിട്ടും. പ്രത്യേകിച്ച് ഇപ്പം ഡിഫൻസ് സ്പെൻഡിങ് കൂടാൻ പോയാ, പാകിസ്ഥാനുമായിട്ടുള്ള ഈ പ്രശ്നങ്ങളുടെ പേരിൽ ഇന്ത്യൻ ഡിഫൻസ് സ്പെൻഡിങ് കൂട്ടാൻ പോയാ, അപ്പൊ ഗവൺമെന്റ് വീണ്ടും പൈസ വേണം. അതാണ് ഒരു കാര്യം, വേറൊന്നും ഇവിടെ പറയാനില്ല. ബാക്കി കമ്പനികളെ കുറിച്ച് നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല. ഇനി അടുത്ത പേജ്, വേൾഡ് പേജിൽ പോകുമ്പോൾ ഇന്നലെ ടർക്കിയയിൽ വെച്ച് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച നടന്നു. അതിനെ കുറിച്ച് ന്യൂസ്. പക്ഷേ വ്ളാഡിമിർ പുടിൻ, the president of Russia, didn't attend that meeting, but Volodymyr Zelensky, president of Ukraine, attended the meeting. But without the presence of Vladimir Putin, the president of Russia, the war is not going to end. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഔട്ട്കം എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ.
പിന്നെ ഗാസയിൽ ഇസ്രായേൽ വീണ്ടും സ്ട്രൈക്സ് നടത്തി ഒത്തിരി പേര് മരിക്കുന്നു. പിന്നെന്താണ്? പിന്നെ ഇറാൻ ആൻഡ് യൂറോപ്യൻ പവേഴ്സ് ഹോൾഡ് ന്യൂക്ലിയർ ടോക്സ് ഇൻ ടർക്കി. ഇറാനുമായിട്ട് ഇന്നലെ ടർക്കിയിൽ ചർച്ച ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇറാൻ അമേരിക്കയുമായിട്ട് ഒരു ന്യൂക്ലിയർ അഗ്രിമെന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പണ്ട് ഉണ്ടാക്കിയിരുന്നതാണ്. അതിൽ നിന്ന് ട്രംപ് ആദ്യത്തെ തവണ അവിടെ പ്രസിഡന്റ് ആവും വിത്ഡ്രോ ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പൊ വീണ്ടും കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുന്നത്. അപ്പൊ ഇന്നലെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇവരുമായിട്ട് മീറ്റിംഗ് നടത്തുന്നതാണ്. പിന്നെ വളരെ സന്തോഷമുള്ള ഒരു ന്യൂസ്, ഇത് ഈ പേജ് ഒന്നും വേണ്ട കേട്ടോ, സാറ്റർഡേ ഒന്ന് സ്പോർട്സ് പേജുകൾ ഒന്നും വേണ്ട, ഈ പേജ് അതാണ് നമുക്ക് വേണ്ട. നീരജ് ചോപ്ര ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ ഇതിഹാസ താരം അത്ലറ്റിക്സിൽ, ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയ ഒരേ ഒരു ഇന്ത്യക്കാരൻ, അതിൽ അത്ലറ്റിക്സിൽ 90 മീറ്റർ ക്രോസ് ചെയ്തു. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ് സ്പോർട്ടിംഗ് കരിയർ ഹി ക്രോസ് 90 മീറ്റേഴ്സ് ഇൻ ജാവലിൻ. 90 മീറ്റേഴ്സ് ക്രോസ് ചെയ്തിട്ട് ലോകത്ത് തന്നെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഏഷ്യക്കാരായിട്ടുള്ള 3 പേരും, അതിൽ മൂന്നാമനായി നീരജ് ചോപ്ര. അതൊരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ആണ്, സൈക്കോളജിക്കൽ റിലീഫാണ്. 90 മീറ്റർ ക്രോസ് ചെയ്തു ഇന്നലെ. എന്നിട്ട് 91 മീറ്റർ എറിഞ്ഞ് വേറൊരാൾക്കാണ് ഗോൾഡ് കിട്ടിയത്. ഈ ഡയമണ്ട് ലീഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ദോഹയിൽ വെച്ച് ഇന്നലെ ഡയമണ്ട് ലീഗ് നടന്നു. ദോഹ ഖത്തറിലാണ്. അപ്പൊ സെക്കൻഡ് പൊസിഷനിലാണ് പുള്ളി ഫിനിഷ് ചെയ്തത്. പുള്ളി ഒരിക്കലും മെഡൽ ഇല്ലാതെ ഫിനിഷ് ചെയ്യാറില്ല, ഒന്നുകിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് പുള്ളിക്ക് സ്ഥിരമായിട്ട് കിട്ടും. അപ്പൊ ഇന്നലെ 91 വേറൊരു ജർമ്മനിക്കാരനാണെന്ന് പറഞ്ഞ അയാൾക്കാണ് ഫസ്റ്റ്. പക്ഷെ സ്റ്റിൽ 90 എന്ന് പറഞ്ഞ ഫിഗർ പുള്ളി ക്രോസ് ചെയ്തു. പ്രജ്ഞാനന്ദ സൂപ്പർ ബെറ്റ് ക്ലാസിക് റൊമാനിയ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ചെസ് താരങ്ങൾ പങ്കെടുത്ത ടൂർണമെന്റ് വിൻ ചെയ്തു. എല്ലാവരും തോപ്പിച്ചുകൊണ്ട് 20 വയസ്സിൽ താഴെയുള്ള പ്രജ്ഞാനന്ദ വിൻ ചെയ്തു. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ എമർജൻറ്റ് ചാമ്പ്യൻ ദ സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് റൊമാനിയ. സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് റൊമാനിയ ആര് വിൻ ചെയ്തു? പ്രജ്ഞാനന്ദ. പിന്നെ ഇറ്റാലിയൻ ഓപ്പൺ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കത് പറയണ്ട. IPL വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഹിന്ദു ഇത്രയാണ്. നമുക്ക് ബാക്കി മൺഡേ, നാളെ സൺഡേ ക്ലാസ് ഇല്ല.